ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചിന്താ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം അവർ ഉള്ളിൽ കടിച്ചു നീന്തുന്ന ചെന്നായ്ക്കളെ പോലെയാണ്. അതുപോലെ തന്നെ വൃക്ഷത്തിൽ നിന്ന് ഫലം അറിയാം എന്നും പറയുന്നുണ്ട്. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ നമുക്ക് പറിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലവും ചീത്ത വൃക്ഷത്തിൽ നിന്നും ചീത്ത ഫലവും നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. അതല്ലാതെ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമോ നല്ല ഫലത്തിൽ നിന്ന് ചീത്ത ഫലമോ നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫലത്തിൽ നിന്ന് നമുക്ക് വൃക്ഷങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ തന്നെ മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓരോരുടെ പ്രവൃത്തികള്, അതുപോലെ തന്നെ ഓരോ സംഘടനയുടെ പ്രവർത്തനങ്ങള്, ഓരോ സംഘടനയുടെ നിയോഗങ്ങള്, അതൊക്കെ നമുക്ക് എടുത്ത് വായിച്ച് അവരുടെ പ്രവർത്തികളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കാണുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്താണ് അവരുടെ അടിസ്ഥാനമായ വിഷയം. അതാണ് അവരുടെ മുദ്രാവാക്യമായിട്ട് അവര് അതിലേക്ക് എത്തിച്ചേരാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ യഥാർത്ഥമായ വിശ്വാസവും സ്നേഹവും എല്ലാം ദൈവത്തെങ്കിലാണ് അർപ്പിക്കേണ്ടത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം എന്നാണ് യേശു മിശിഹ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് താൻ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിച്ച് മറ്റുള്ളവർക്കെതിരെ ആഞ്ഞടിച്ച് പ്രവർത്തിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും, നീ സ്നേഹിക്കേണ്ട സമയത്ത്, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാതെ അവരുമായിട്ട് അടിയുണ്ടാക്കി, സഹോദരനുമായിട്ട് ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് സഹോദരനുമായിട്ട് എന്തെങ്കിലും ഒരു സഹോദരന് നിന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടെന്നും അവിടെ വെച്ച് തോന്നി അവിടെ വെച്ച് ബലിവസ്തു അവിടെ വെച്ചതിന് ശേഷം സഹോദരനായിട്ട് രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലി അർപ്പിക്കാന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കാതെ പോകരുത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര, പരന്നു കിടക്കുന്ന കടല് പോലെ ഞങ്ങളുടെ ഈ ജീവിതം എവിടെയാണ് അതിൻ്റെ തുടക്കവും എവിടെയാണ് അതിൻ്റെ അന്ത്യം എന്നറിയാതെ ഞങ്ങളിതാ മുന്നോട്ട് പോകും.